ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രൈ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസിക് LC80, അതായത് WPL ബ്രാൻഡിൻ്റെ ക്ലാസിക് LC80യുടെ ഡൈകാസ്റ്റ് മോഡലായ RC ക്രോളർ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഓഫ് റോഡിങ് അല്ല, ചെറിയൊരു മഡിൽ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് മുന്നത്തെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓഫ് ഈ മഡിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കേപ്പബിലിറ്റി, അതേപോലെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. ഇതിവിടെ ഓണ് ഗൈസ്, ഇവിടെ ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. കേട്ടോ, ആള് സുഖമായി കയറി പോകുന്നുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ? വേറെ സീനുകളൊന്നുമില്ല. നല്ല സസ്പെൻഷനൊക്കെ അടിപൊളി കേട്ടോ ഗൈസ്, ഉണ്ടോ? സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. ആൾ ഈസി കയറി പോകണ്ട കേട്ടോ. അത് നമുക്കിതിൽ വേറെ സ്പീഡും ആളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൾ സസ്പെൻഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം അത്രയും എന്താ പറയുക, പക്ക നമുക്ക്, ഞാനിത് ഒരിക്കലും കയറി പോകുമ്പോൾ വിചാരിച്ചില്ല. പക്ഷേ ആൾ സിമ്പിളായി കയറി പോകാൻ പറ്റും. നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിച്ചാൽ കുറച്ചും കൂടി നൈസായിരുന്നു. പക്ഷെ കണ്ടില്ലേ, നമ്മൾ ചെറിയൊരു ഏരിയയാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യം ബമ്പിയുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടില്ലേ, നമുക്കത് അവിടെ ആകെ കൊണ്ട് ശരിക്കും നമുക്ക് ഈ റിമോട്ടിൽ ഞാൻ പറഞ്ഞു സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മളെ വേറെ RC വണ്ടിയിലൊക്കെ നമുക്ക് ഇവിടെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വിച്ചൊക്കെ. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഫോർവേഡും റിവേഴ്സും ഇതില്ല. ഇത് നമുക്ക് മെല്ലെ മെല്ലെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. പറയാൻ വിട്ടുപോയതാണ്, മിസ്റ്റേക്ക് ഒന്നാണ്. നമുക്ക് ഈ ഫോർവേഡ് ഭയങ്കര സ്പീഡ് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ഇത് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വണ്ടി പോകും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം മെല്ലെ കൊടുത്തു, കണ്ടോ? മെല്ലെ കൊടുക്കുമ്പോൾ അതനുസരിച്ച് വണ്ടി കയറുള്ളൂ. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് കൊടുത്താൽ കണ്ടില്ലേ, വണ്ടി പെട്ടെന്ന് പോകണ്ടില്ലേ. അതൊരു കിടുവാണ് കേട്ടോ, ഒരു ഫീച്ചർ തന്നെ പറയാം. അതുകൊണ്ട് മെല്ലെ മെല്ലെ. പക്ഷെ സാധനം നമ്മുടെ വണ്ടി നൈസാണ് കേട്ടോ. ദൂരത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. എസ്പെഷ്യലി ആ കളറും ആ ലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്, കണ്ടല്ലേ? നമ്മളവിടെ ആകെ അങ്ങോട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചെറുതായിട്ടൊന്ന് നോക്കിയതാണ്. നമുക്ക് വീണ്ടും അടുത്ത വീട്ടിൽ നല്ല സെറ്റപ്പായി ചെയ്ത് നോക്കിയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം ഫുള്ളും മഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് എന്തായാലും വണ്ടി കഴുകണം. ഇത് കണ്ടില്ലേ, അത്യാവശ്യം സസ്പെൻഷനിലൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് സംഭവം കണ്ടില്ലേ, കാരണം കിഡു ലുക്കാണല്ലേ. അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു RC ക്രോളർ തന്നെയാണ്. എസ്പെഷ്യലി കണ്ടില്ല, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ കണ്ടില്ല, ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയിൽ. നമുക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. കാരണം അത് അല്ലേ. നമുക്ക് ഈ വണ്ടിയിൽ വെച്ചിട്ട് വേറെ ട്രാക്കൊക്കെ നോക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.